പേയാട് സെന്റ് സേവിയേഴ്സ് സെമിനാരിയിൽ എക്കണോമിക് സെമിനാർ സംഘടിപ്പിച്ചു. സാമ്പത്തിക ആഗോളവൽക്കരണം എന്ന് കേരളത്തിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുമുള്ള സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. സമ്പത്ത് ഒരു സൈഡ് കുന്നുകൂടുമ്പോഴും അതിൻ്റെ എല്ലാവിധമായിട്ടുള്ള നന്മയും ലഭ്യമാകേണ്ടത് മനുഷ്യനാണ്. എല്ലാത്തിൻ്റെയും കേന്ദ്രം എന്ന് പറയുന്നത് മനുഷ്യനാണ്. മനുഷ്യന്റെ സമഗ്ര വളർച്ചയ്ക്ക് ഉപയുക്തമാകാത്ത ഏതൊരു സാമ്പത്തിക വ്യവസ്ഥയ്ക്കും സമൂഹത്തിൽ വളരെയേറെ സ്വാധീനമൊന്നും ചെലുത്തുവാൻ സാധിക്കില്ല എന്നതാണ്. ആഗോളവൽക്കരണം എങ്ങനെ സാമ്പത്തികമായി കേരളത്തെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് നെയ്യാറ്റിൻകര രൂപതയുടെ മൈനർ സെമിനാരിയായ പേയാട് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ സെമിനാരിയിൽ സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാരി റക്ടർ ഡോക്ടർ വിൻസെന്റ് കെ പീറ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സെമിനാരി വൈസ് റക്ടർ ഫാദർ ജോസഫ് അനിൽ അധ്യക്ഷനായിരുന്നു. ആഗോളവൽക്കരണം കേരള സാമ്പത്തിക അവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് നാം ഇന്ന് ഈ സെമിനാറിൽ ചിന്തിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇറ്റാലിയൻ ബ്രദർ വന്ന സമയത്ത് ഞാൻ എയർപോർട്ടിൽ നിന്ന് അവരെയും എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ഇങ്ങോട്ട് വരുമ്പോൾ കാറിലിരുന്നിട്ട് ഒരു കാരണവുമില്ലാതെ ഇത് പറഞ്ഞതിനിടയ്ക്ക് ബ്രദർ ടിറ്റോ പറയുകയായിരുന്നു, ഇന്ത്യൻ ഇക്കോണമി ഈസ് ഗുഡ്. പൊതുവെ നമ്മൾ കാണുന്ന ഈ ദിവസങ്ങളിലൊക്കെ പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ സാമ്പത്തിക മാന്ദ്യം അനുഭവിക്കുമ്പോഴും എല്ലാവരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന, അല്ലെങ്കിൽ എവിടെ സാമ്പത്തിക തകർച്ചയുണ്ടായാലും മാന്ദ്യമുണ്ടായാലും വലിയ തകർച്ചയൊന്നും സംഭവിക്കാതെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ഒരു സാമ്പത്തിക അവസ്ഥയാണ് നമുക്കുള്ളത്, ഇന്ത്യക്കുള്ളത്. തുടർന്ന് ബ്രദർ അലക്സാണ്ടറും ബ്രദർ വിപിൻ രാജും തങ്ങളുടെ ആശയം പ്രബന്ധ രൂപേണ അവതരിപ്പിച്ചു. മോഡറേറ്ററായിരുന്ന കേരള യൂണിവേഴ്സിറ്റി എക്കണോമിക് വിഭാഗം മേധാവി നാഗരാജൻ നായിഡു സന്ദേശം നൽകി. കുളവുപാറ KCYM നെട്ടുകാൽത്തേരി ചവറ് ഫാക്ടറിക്കെതിരെ തെരുവ് നാടകം അവതരിപ്പിച്ചു. നെട്ടുകാൽത്തേരി മാലിന്യ സംസ്കരണ കേന്ദ്രം ആരംഭിക്കുന്നതിനുള്ള നീക്കത്തിനെതിരെ കുളവുപാറ സെന്റ് ജോർജ് ദേവാലയത്തിലെ KCYM അംഗങ്ങൾ തെരുവ് നാടകം സംഘടിപ്പിച്ചു. കുളവുപാറ ദേവാലയത്തിന് മുന്നിൽ നാടകം അവതരിപ്പിച്ചുകൊണ്ടാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം ഇടവക വികാരി ഫാദർ MK ക്രിസ്തുദാസ് നിർവഹിച്ചു. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, നാടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ നാടിൻ്റെ പരിശുദ്ധിയെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നെട്ടുകാൽത്തേരി കേന്ദ്രീകരിച്ച് ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി തീരുമാനങ്ങൾ എടുത്ത കാര്യം നമ്മൾ അറിവുള്ളതാണ്. അതിനെതിരായി 3 പഞ്ചായത്തുകളായ കുറ്റിച്ചൽ, കാട്ടാക്കട, കള്ളിക്കാട് ഈ പഞ്ചായത്തുകളുടെ സാന്നിധ്യത്തോടുകൂടെ, സഹകരണത്തോടുകൂടെ നെയ്യാറ്റിൻകര രൂപതയിലെ കുളവുപാറ ഇടവകയിലെ KCYM അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു ബോധവൽക്കരണ തെരുവ് നാടകമാണ് നമ്മളിവിടെ നടത്തുന്നത്. കേരള ജനതയുടെ സമഗ്ര വികസനവും സമ്പൂർണ്ണ വിമോചനവും ലക്ഷ്യം വയ്ക്കുന്ന യുവജന പ്രസ്ഥാനമായ KCYM നമ്മുടെ നാടിൻ്റെ മാലിന്യ പ്രശ്നങ്ങളിൽ വിളപ്പുശാല നേരിടുന്ന അതിഭയങ്കരവും നിഗൂഢവുമായ ഈ പ്രശ്നത്തിൽ നിന്നൊരു മോചനം കാണുന്നതിനു വേണ്ടിയും ഈ പ്രശ്നം ഇനി
വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരാതിരിക്കാനും അവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. ജീവശ്വാസത്തിനായി നാം ഇനി അങ്ങോട്ട് പോകും. വേണ്ട, വേണ്ടില്ല നമുക്ക് നാശത്തിന് വിത്ത് വിതയ്ക്കും ഫാക്ടറി നെറ്റിയാർത്തേരിയിൽ വേണ്ട. ഹേ അന്തരായ ഭരണാധികാരികളെ, നിങ്ങൾ മുന്നോട്ട് വച്ച കാൽ പിന്നോട്ടെടുത്തില്ലെങ്കിൽ അവ നിങ്ങളുടെ നാശത്തിലേക്ക് നയിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ഓരോ വീടുകളിലും സ്വന്തമായ ഒരു പ്ലാന്റ് എന്ന സ്വപ്നം പൂവണിയിക്കുക. പ്രകൃതി രമണീയമായ നമ്മുടെ ഗ്രാമങ്ങളെ സംരക്ഷിക്കുക. മണ്ണ്, വായു, ജലം, ആകാശം, വനം മുതലായവ നാം സംരക്ഷിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അവയെ നശിപ്പിക്കുകയും വിഷലിപ്തമാക്കുകയും ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും പ്രപഞ്ചത്തിന്റെ താളക്രമത്തിനും സമന്വയത്തിനും ഭംഗമുണ്ടാകും. സ്ഥായിയായും നിലനിൽക്കുന്നതുമായ ഒരു വികസന രീതിയാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി നമുക്ക് പോരാടാം. പേരയം സെന്റ് മേരീസ് ദേവാലയത്തിൽ തിരുനാൾ ആഘോഷിച്ചു. പേരയം സെന്റ് മേരീസ് ദേവാലയത്തിൽ തിരുനാൾ ആഘോഷിച്ചു. ദൈവിക പദ്ധതി അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ വിശ്വാസികൾ ഒരുങ്ങണമെന്ന് ഇടവക വികാരി ഫാദർ ജോയ് സാബു തന്റെ സന്ദേശത്തിൽ അറിയിച്ചു. തിരുനാളിന്റെ ദിവ്യകാരുണ്യ ദിനത്തിൽ ആര്യനാട് ഫൊറോന വികാരി ഫാദർ റൂഫസ് പയസ്ലിൻ മുഖ്യ കാർമ്മികനായിരുന്നു. പരിശുദ്ധ കുർബാനയുടെ സ്വീകരണം വഴി നമ്മുടെ ജീവിതത്തിൽ നിരവധിയായ അനുഗ്രഹങ്ങൾ വന്നു ചേരുമെന്ന് വചനം പങ്കുവച്ച ഫാദർ ജോസഫ് പാറാങ്കുഴി തന്റെ പ്രസംഗത്തിൽ അറിയിച്ചു. ഈ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിന്റെ മുന്നോടിയാണ്. കാരണം കുറച്ചുനാൾ കഴിയുമ്പോൾ ഈ 5 അപ്പത്തെ 2 മീനിനെ കൊണ്ട് ഒന്ന് ആസ്വദിക്കുമ്പോൾ 5000 പേർക്ക് ഭക്ഷിക്കുവാൻ, മതി വരുമ്പോൾ ഭക്ഷിക്കുവാൻ, ബാക്കി 12 പുത്രർക്ക് സേവിക്കുവാനായിട്ട് ഒരു വലിയ സമൂഹത്തിന്റെ മുമ്പിൽ യേശു അത് ചെയ്തപ്പോൾ കുറച്ചുനാൾ കഴിയുമ്പോൾ ഈ ഗോതമ്പെടുത്തുകൊണ്ട് ഇതിന്റെ ശരീരമാണെന്ന് പറയുമ്പോൾ ആർക്കും ഒരു സംശയം പാടില്ല. അതുകൊണ്ട് യേശു ഒരു ഒരുക്കം നടത്തുകയാണ്. തുടർന്ന് ഭക്തിസാന്ദ്രമായ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടന്നു. കമുവിൻകോട് തിരുനാളിന് കൊടി ഉയർന്നു. കമുകിൻകോട് വിശുദ്ധ അന്തോണീസ് ദേവാലയത്തിൽ തിരുനാൾ ആരംഭിച്ചു. 13 ദിവസങ്ങളിലായി നടക്കുന്ന തിരുനാൾ 7-ാം തീയതിയാണ് ആരംഭിച്ചത്. പ്രസിദ്ധമായ കൊച്ചുപള്ളിയിൽ നിന്ന് വിശുദ്ധന്റെ തിരുസ്വരൂപം പ്രദക്ഷിണമായി പള്ളിയിൽ കൊണ്ടുവന്ന ശേഷം ഇടവക വികാരി ഫാദർ ഷൈജുദാസ് ഐവിഡി തിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ട് കൊടി ഉയർത്തി. നിരവധി ഭക്തജനങ്ങൾ കൊടിയേറ്റിൽ പങ്കെടുത്തു. കട്ടക്കോട് ഫെറോന KCOM ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. കട്ടക്കോട് ഫൊറോനയുടെ പുതിയ KCOM ഭരണസമിതി നിലവിൽ വന്നു. ഞായറാഴ്ച മാറനല്ലൂർ സെന്റ് പോൾസ് ദേവാലയത്തിൽ വെച്ച് നടന്ന ഇലക്ഷനിൽ പ്രതിനിധികളെ തിരഞ്ഞെടുത്തു. KCOM ഫൊറോന പ്രസിഡന്റായി ശ്രീ സനേഷ് അന്തിയൂർക്കോണത്തിനെയും ജനറൽ സെക്രട്ടറിയായി ലിജീഷ് തൂങ്ങാമ്പാറയെയും തിരഞ്ഞെടുത്തു. ഈഴക്കോട് നിന്നുള്ള നിമിഷയാണ് വൈസ് പ്രസിഡന്റ്. ജോയിന്റ് സെക്രട്ടറി രജിത മലപ്പനംകോടും ട്രഷറർ അനിൽകുമാർ കോടന്നൂരുമാണ്. കൗൺസിലറായി തിരഞ്ഞെടുത്തത് ഷിബു മുതിയാവളയാണ്. തിരഞ്ഞെടുപ്പിന് ഫെറോന KCOM ഡയറക്ടർ ഫാദർ ജോസഫ് അനിൽ, ശ്രീ നെൽസൺ, ശ്രീ സിൽവസ്റ്റർ, ശ്രീ MM അഗസ്റ്റിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വരുന്ന 3 വർഷക്കാലം KCOMന്റെ ലക്ഷ്യമായ യുവജനങ്ങളുടെ സമഗ്ര വികസനവും സമൂഹത്തിൻ്റെ സമ്പൂർണ്ണ വിമോചനവും എന്ന ലക്ഷ്യം നേടാനായി
സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ KCYM മുൻകൈ എടുത്തിരിക്കുകയാണ്. ഇന്നാട്ടിൽ സഭയ്ക്ക് എതിരെ നടക്കുന്ന രാഷ്ട്രീയ കോമരങ്ങൾ നടത്തുന്ന ഏത് വെല്ലുവിളികളെയും നേരിടാൻ KCYM പ്രതിജ്ഞാബദ്ധമാണെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ ഈ സമൂഹത്തിന് ഓർമ്മപ്പെടുത്തുകയാണ്. റോസാ മിസ്റ്റിക്ക മാതാവിന്റെ തിരുസ്വരൂപം വണക്കത്തിനായി എത്തി. റോസാ മിസ്റ്റിക്ക മാതാവേ, റോസാ പൂക്കളുമായി അണയാം ഞാൻ. റോസാ മിസ്റ്റിക്ക മാതാവേ, റോസാ പൂക്കളുമായി അണയാം ഞാൻ. ചെമന്ന പൂവായി ഹൃദയം നിനക്കു നൽകാം മാതാവേ. റോസാ മിസ്റ്റിക്ക മാതാവിന്റെ തിരുസ്വരൂപം വണക്കത്തിനായി 2 ദിവസം നെയ്യാറ്റിൻകര അരുമാനൂർക്കട അസീസി ഭവനിൽ കൊണ്ടുവന്നു. മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന തിരുസ്വരൂപത്തെ വണങ്ങാനും പ്രാർത്ഥിക്കാനും നാടിന്റെ നാനാഭാഗത്തു നിന്നും വിശ്വാസികൾ അസീസി ഭവനിൽ തടിച്ചുകൂടി. നെയ്യാറ്റിൻകര രൂപതയിലെ വിവിധ പ്രദേശങ്ങളിൽ ധ്യാനിപ്പിക്കുന്നതിനും വൈദികരെ സഹായിക്കുന്ന VPC സന്യാസ സഭയുടെ ആശ്രമമാണ് അസീസി ഭവൻ. കൽക്കട്ട അസൻസഡോൾ രൂപതയിലെ വൈദികനും VPC സഭയുടെ സുപ്പീരിയറുമായ ഫാദർ സേവിയർ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. സന്യസ്ത സംഗമം സംഘടിപ്പിച്ചു. എനിക്ക് തോന്നുന്നു എൻ്റെ അനുഭവത്തിൽ ഇതിപ്പോൾ 4ാമത്തെ വർഷമാണ് ഞാൻ ഈ രൂപതയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്ക് തോന്നുന്നു മറ്റുള്ള ഏതൊരു രൂപതകളെക്കാളും സന്യസ്തർക്ക് കുറച്ചുകൂടെയൊക്കെ പ്രാധാന്യം കൽപ്പിക്കുന്ന രൂപതയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. കാരണം മറ്റ് പല രൂപതകളിലും ഇല്ലാത്തൊരു സമ്പ്രദായമാണത്. ഈ സമർപ്പണ തിരുനാളിനെ നമ്മൾ ഒരുമിച്ച് കൂട്ടുക, നമുക്ക് വേണ്ടി സമയവും ഊർജവും ഒക്കെ നമ്മുടെ സ്നേഹത്തെ പ്രതി ചെലവഴിക്കുക, നമ്മളെല്ലാവരെയും ഒരുമിച്ച് കാണുവാനായിട്ട് അനുവദിക്കുക. ഇതൊക്കെ നെയ്യാറ്റിൻകര രൂപതയുടെ തന്നെ ഒരു പ്രത്യേകതയാണ്. അതിനാൽ ഞാൻ ഈ നിമിഷം നമ്മുടെ അഭിനന്ദ പിതാവ് വിൻസെൻ്റ് സാമുവലിനെയും വളരെ സ്നേഹത്തോടെ ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഇതുപോലെ അവസരം ഒരുക്കി തരുന്നതിന് അഭിനന്ദ പിതാവിന് നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മോൺസിഞ്ഞോർ അച്ഛനെയും ഡയറക്ടർ അച്ഛനെയൊക്കെ പ്രത്യേക നന്ദിയോടെ ഓർക്കുന്നു. നെയ്യാറ്റിൻകര രൂപതയുടെ ക്ലർജി ആൻഡ് റിലീജിയസ് ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സന്യസ്ത സംഗമം സംഘടിപ്പിച്ചു. സംഗമത്തിൽ റവറൻഡ് ഡോക്ടർ ഗ്രിഗറി RB കൂട്ടുത്തരവാദിത്വ ഇടവക നേതൃത്വം എന്ന വിഷയത്തെ അധികരിച്ച് ക്ലാസ് എടുത്തു. തുടർന്നു നടന്ന ദിവ്യബലിയിലും സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിനും മോൺസിഞ്ഞൂർ G. ക്രിസ്തുദാസ് പങ്കെടുത്തു. ഏതു പ്രശ്നങ്ങളിലും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നവരാകണം സന്യസ്തരെന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. പരിപാടിയിൽ ക്ലർജി ആൻഡ് റിലീജിയസ് ബോർഡിന്റെ ഡയറക്ടർ ഡോക്ടർ വിൻസെന്റ് K. പീറ്റർ അധ്യക്ഷനായിരുന്നു. ഈ ഒരു വർഷവും ക്ലർജി ആൻഡ് റിലീജിയസ് ബോർഡ് എടുത്ത ഒരു വിഷയം എന്ന് പറയുന്നത് കൂട്ടുത്തരവാദിത്വ ഇടവക നേതൃത്വം എന്നതാണ്. കൂട്ടുത്തരവാദിത്വം എന്നുള്ള ഒരു കോൺസെപ്റ്റ് എടുക്കുമ്പോൾ സിസ്റ്റേഴ്സിൻ്റെ ഉത്തരവാദിത്വം ഇടവകയിൽ, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങൾ പ്രവർത്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ ലോകത്തിൽ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് വലിയൊരു കാഴ്ചപ്പാട് ഇങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ്. ആ കാഴ്ചപ്പാടിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ സാധിച്ചത്, നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകളിൽ ഒരാളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സിലും എനിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. ഒരാൾ മദ്യപാനിയാകുന്നുവെങ്കിൽ, ഒരാൾ ആത്മഹത്യ ചെയ്യുന്നുവെങ്കിൽ, ഒരു കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുന്നുവെങ്കിൽ, ഒരു സമൂഹം വളരുന്നുവെങ്കിൽ, അവിടെ വലിയ വലിയ വിദ്യാഭ്യാസ മേഖലയിൽ ജനങ്ങൾ മെച്ചപ്പെട്ടു വരുന്നുവെങ്കിൽ, ആധ്യാത്മിക രംഗം മെച്ചപ്പെടുന്നുവെങ്കിൽ, അവിടെ എല്ലാത്തിലും നിങ്ങളുടെ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇന്ന് നൽകുന്നതിലേക്ക് വേണ്ടി ശ്രമിച്ചത്.